ചിക്കൻ നിറച്ചത് അല്ലേ? ഉള്ളില് 2 മുട്ടച്ചേട്ടന്മാരുണ്ട്. അത് ഗ്രേവി കൂട്ടി തട്ടിട്ട് കേട്ടോ. സൂപ്പർ സൂപ്പർ. ചിക്കൻ മാത്രം ഒന്ന് നോക്കട്ടെ. അടിപൊളി. എല്ലാ ഭാഗം നല്ല എരിവുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അതിന് കുറഞ്ഞ ചിക്കനിലേക്ക് ചിലപ്പോൾ പിടിക്കൂല. ഇത്ര വേണം. നോൺ വെജിന് എരിവില്ലെങ്കിൽ ഒന്നിനും കൊള്ളില്ല. മാഷാ അടിപൊളി. ഓളെ പള്ളു കേട്ടാലും എന്താ സൂപ്പർ സാധനമാണ്. ഒരു 1.25 കിലോ ചിക്കനാണ് നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഗരം മസാല 1/2 ടീസ്പൂൺ, പിന്നീട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരല്പം വെള്ളം കുഴിച്ച് വരഞ്ഞ ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് 1 മണിക്കൂർ വെക്കാം. ഈ ഒരു സമയം കൊണ്ട് മസാലയ്ക്ക് ആവശ്യമായി 1 സബോള, 2 തക്കാളി, 2-3 പച്ചമുളക് അരിഞ്ഞതിന് ശേഷം വഴറ്റിയെടുക്കാം. ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് സവാള അല്പം ഉപ്പിടാമേ. പച്ചമണം മാറി വരുമ്പോ തക്കാളി ചേർത്ത് വീണ്ടും വഴറ്റാം. ഇനി പച്ചമുളക് അരിഞ്ഞിടാം. ഒന്നും കൂടെ വഴറ്റി അടച്ചു വെക്കാം കുറച്ചു നേരം. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കി നമ്മുടെ മുട്ടച്ചേട്ടനെ ഒന്നും വരഞ്ഞ് ചേർത്ത് പൊടിയാതെ ഇളക്കിയെടുക്കാം. ഒരു ചെറിയ പിടി മല്ലിയിലയും കറിവേപ്പിലയും അരിഞ്ഞതിന്റെ കൂടെ ഇടാം. എല്ലാം യോജിപ്പിച്ച് മസാല പെർഫെക്റ്റ് ആക്കി വെക്കാം കേട്ടോ. ഇട്ടു വലിയ കോഴിയാനെ കൊണ്ട് നമുക്ക് 2 മുട്ടയുടെ ചിലവിൽ 1 ഇടുള്ളൂ. പിന്നെ ഉഷേച്ചി ഒന്ന് തിന്നോട്ടെ കഴിച്ചിട്ട് ഞാൻ 2 കിട്ടും. കാടുമുട്ട നമുക്ക് തോന്നിടാം, നിറച്ചിടാം. അല്ലെങ്കിൽ ഇതിന് നമുക്ക് ചെമ്മീൻ, വലിയ ചെമ്മീൻ ഇടാം, കൂന്തലിടാം. പുരുഷനെ കെട്ടാൻ അതുകൊണ്ട് കോഴിനെ കെട്ടി ആ സങ്കടം നമുക്ക് ഉഷേച്ചി തീർക്കുന്നതാണ്. കറുവപ്പട്ട 4 തക്കോല 1 ഗ്രാമ്പു 2 അല്ലേ? 2 ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ഇട്ടു. പച്ചമുളകും ഒരു 2 ടേബിൾ സ്പൂൺ തന്നെ ഇട്ടു അല്ലെ? തുള്ളി ഒരു 1.5 ടേബിൾ സ്പൂൺ അല്ലെ? ഈ നോമ്പ് സമയത്ത് പാചകം ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ ആ സമയത്ത് നോക്കി ചേച്ചി വരും വീഡിയോ എടുക്കാൻ. പിന്നെ നമുക്ക് അപ്പോഴല്ലേ നാട്ടിൽ കാണിക്കുന്നത്. സവോള എത്ര സവോള? ഇത് 5 സവോള. വലിയ ചിക്കൻ അതിനെ കൊണ്ട് 5 കേട്ടോ. 5 തക്കാളി കേട്ടോ എടുത്തത്. ഇനി ഗ്രേവിക്കുള്ള സാധനങ്ങൾ ശരിയാക്കാമേ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും ഇട്ട് പച്ചമണം മാറും വരെ വഴറ്റിയെടുക്കാം. എല്ലാ രുചികളും ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1/2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കാം. ഒന്ന് ഇളക്കി മറിച്ച് നമ്മുടെ ചിക്കൻ സുന്ദരനെ എടുത്ത് പതുക്കെ വെക്കാം. മസാല പൊതിഞ്ഞ് പിടിപ്പിക്കാൻ മറക്കണ്ട കേട്ടോ. ഇനി കറിവേപ്പില ഇടാം. അടിയിൽ പിടിക്കുമെന്ന് ആദ്യം ഒഴിവാക്കാനായി കുറച്ച് വെള്ളം ഒഴിക്കാം. ഇത് എത്ര വിസിലാണ്? 5 വിസിലടിക്കുക. വെള്ളം അല്പം വറ്റിച്ചെടുക്കാനായി ചിക്കനെ സെർവിങ്ങിനുള്ള പാത്രത്തിലേക്ക് മാറ്റി ഗ്രേവി തനിയെ വറ്റിച്ചെടുക്കാം.